ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി 48 മണിക്കൂർ പിന്നിട്ടിട്ടും അന്വേഷണ സംഘത്തിന് സിദ്ദീഖിനെ കണ്ടെത്താനായില്ല. ഇതിനിടയിലാണ് സിദ്ദീഖ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സിദ്ദീഖിന്റെ ഒരു വാഹനത്തിന്റെ GPS സംവിധാനം വിച്ഛേദിക്കപ്പെട്ട നിലയിൽ കൂടിയാണ്. സിദ്ദീഖിന് മുൻകൂർ ജാമ്യാപേക്ഷ ഉടൻ പരിഗണിക്കണമെന്ന് അഭിഭാഷകർ ഇന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടേക്കും. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ ചേർന്നു. ശ്യാം, മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നിൽക്കുമ്പോൾ തന്നെ സിദ്ദീഖിനെ കൃത്യമായി മോണിറ്റർ ചെയ്യാതെ, ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷം പിടിക്കാതെ പോലീസ് ഒത്തുകളിക്കുന്നെന്ന വിമർശനം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. സുപ്രീം കോടതി വിധി വരട്ടെ എന്ന കാത്തിരിപ്പാണോ പോലീസിന്? വിവരങ്ങൾ. സുഹൈല്, സിദ്ദിഖുമായി ബന്ധപ്പെട്ട കേസിൽ സിദ്ദിഖിനെ ഉടൻ അറസ്റ്റ് ചെയ്യേണ്ട എന്ന അന്വേഷണ സംഘത്തിന് നിർദ്ദേശം ലഭിച്ചതായിട്ടാണ് സൂചന. കാരണം തിരുവനന്തപുരത്ത് നിന്നെത്തിയ അന്വേഷണ സംഘം ആലുവയിൽ തന്നെ തുടരുകയാണ്. സിദ്ദിഖിന്റെ നേരത്തെ കാറിന്റെ GPS ലൊക്കേഷൻ പൊന്നാനിക്കടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ട്രാക്ക് ചെയ്തിരുന്നു. അതിന് പിന്നാലെ സഞ്ചരിക്കേണ്ട എന്ന നിർദ്ദേശത്തെ തുടർന്നാണ് പ്രത്യേക സംഘം ഇപ്പോഴും ആലുവയിൽ തുടരുന്നത്. സിദ്ദിഖിനെ പിടികൂടേണ്ട സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്നത് വരെ സിദ്ദിഖിനെ പിടികൂടേണ്ട എന്നുള്ള നിർദ്ദേശം കൃത്യമായി ലഭിച്ചതുകൊണ്ടാണ്. പക്ഷേ ഇത്തരം ഒരു കേസിൽ പ്രതിയാകുകയും ഹൈക്കോടതി ജാമ്യം നിഷേധിക്കുകയും ചെയ്ത ഒരാളെ പിടികൂടേണ്ട എന്ന നിർദ്ദേശത്തിനെതിരെ വ്യാപകമായ വിമർശനം ഉയരുന്നുണ്ട്. ഏതായാലും സിദ്ദിഖ് ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ലോക്കൽ പോലീസിനെ പോലും കണ്ണുവെട്ടിച്ചുകൊണ്ടാണ് സിദ്ദിഖ് കൊച്ചി നഗരത്തിൽ നിന്നും കടന്നു കളഞ്ഞത്. അതിലും വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് സിദ്ദിഖിനെ അന്വേഷിച്ചു വന്ന പോലീസ് സംഘം ഇപ്പോൾ ആലുവയിൽ തന്നെ ചുറ്റിക്കറങ്ങുകയും സിദ്ദിഖ് മറ്റെവിടെയോ ഒളിവിൽ താമസിക്കുകയും ചെയ്യുന്നത്. ശരി, സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നത് മുമ്പ് വരെ സിദ്ദീഖിനെ പിടികൂടാതെ ഒത്തുകളിക്കുന്നു എന്ന വിമർശനം കൂടി വരികയാണ്. ശ്യാംകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.